പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയുടെ ശുശ്രൂഷ അനേക യുവജനങ്ങളെയും കുട്ടികളെയും വിദ്യാർത്ഥിനികളെയും അനുഗ്രഹത്തിലേക്ക് നയിച്ചതായി ഒരുപാട് ചെറുപ്പക്കാരും കുട്ടികൾ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വേണ്ടി കർത്താവ് ഒരു അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകാൻ ഇന്ന് കർത്താവ് ഈ ഒരു എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുകയാണ്. എല്ലാ കുട്ടികളെയും ചെറുപ്പക്കാരെ തന്നെ ഞങ്ങൾ വേഗം വിളിക്കണം. ഇത് ഒരുപാട് കുട്ടികൾ അഭിഷേകം ചെയ്ത ശുശ്രൂഷയായിട്ട് മാറും. ഒരുപാട് യുവതീവാക്കന്മാരെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ശുശ്രൂഷയായി ഇന്നത്തെ ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ എല്ലാ മക്കളെയും എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൊടുക്കുക. ഫ്രണ്ട്സ് ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയും, ഇപ്പം തന്നെ അഭിഷേകാഗ്നിയിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാൻ ഒന്ന് അത് ഓണാക്കാൻ പറയുക. ഈ സമയം നിങ്ങൾക്ക് ഒത്തിരി കൃപ കർത്താവ് തരും. കൃപയാണ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത്. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ്ലിഹായെയും പൗലോസ്ലിഹായെയും നമ്മൾ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് അവരിൽ നിറഞ്ഞിരുന്ന ദൈവ കൃപയാണ്. അതുകൊണ്ട് കൃപ ഇന്ന് ധാരാളമായി ഓരോരുത്തരിലേക്കും നിറയട്ടെ, ഓരോ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. കുടുംബങ്ങളായി ഒരുമിച്ചിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. അനേകം പേര് ശനിയാഴ്ചകളിരുന്ന് ഉപവാസം എടുത്തും ത്യാഗം സഹിച്ച് അഭിഷേകത്തിന് പ്രാർത്ഥിക്കുന്നത്. അവരുടെ എല്ലാം കൂട്ടായ്മയിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അട്ടപ്പാടി സെക്യൂൺ ധ്യാന കേന്ദ്രത്തിൽ, അതുപോലെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി മോണസ്ട്രിയിൽ, അതുപോലെ അഭിഷേകത്തിന് സിസ്റ്റേഴ്സിൻ്റെ അവിടെ നമ്മുടെ ബരീറ്റാമയുടെ CMC സിസ്റ്റേഴ്സ്, ഒരുപാട് സിസ്റ്റേഴ്സ്, വൈദിക വിദ്യാർത്ഥികൾ, അൽമായ ശുശ്രൂഷകർ, കുടുംബങ്ങൾ, വിദ്യാർത്ഥിനികൾ, അങ്ങനെ ഒരു വലിയ 10,000 പേരുടെ ഒരു ആത്മീയ കൂട്ടായ്മ ഇതിനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ശുശ്രൂഷ വളരെ അത്ഭുതങ്ങൾ. അഭിഷേകത്തിന് മാത്രമല്ല, അട്ടപ്പാടി സെഗ്യോൻ ധ്യാന കേന്ദ്രത്തിലും പ്രകടമായ അത്ഭുതങ്ങൾ. സെഗ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഈ ഓണത്തിന് 1000-ലധികം പേരാണ് ബുക്ക് ചെയ്തിരിക്കണമെന്ന് സുജീഷനോട് പറയുകയുണ്ടായി. ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത ഒരാളുടെ അനുഭവം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. മോനുണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവന് മൂക്കിൽ കൂടി ജലദോഷം വരത്തില്ല, ചെവി പൊട്ടി, കർണപടം പൊട്ടി എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് 4 വയസ്സായപ്പോൾ അവന് ഓപ്പറേഷൻ ചെയ്തു. കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു? മൂക്കിൽ കൂടി ജലദോഷം വരത്തില്ല, ചെവി കർണപടം പൊട്ടി ചെവിക്കടെ ജലദോഷം. മൂക്കിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയുന്നത്, റണ്ണിങ് നോസ് പോലെ ഇങ്ങനെ ഒരു ഇത് വരെ, അത് ചെവി കൂടെ വരിക. കർണപടം പൊട്ടിപ്പോയെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. മൂക്കടഞ്ഞിരിക്കുന്നു. അപ്പോൾ ജലദോഷം വരുമ്പോൾ ഈ മൂക്കട്ടേക്ക് വരണില്ല, അതല്ല ഈ ചെവി കൂടെ വരിക. അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടി 6 മാസം തൊട്ട് ഇതായിരുന്നു സ്ഥിതി. മോനുണ്ടായി കറക്റ്റ് 6-ാം മാസത്തിൽ. മോനുണ്ടായി 6-ാം മാസം തൊട്ട് ഇതായിരുന്നു കുട്ടിയുടെ അവസ്ഥ. ദൈവമേ, ആ മാതാപിതാക്കന്മാരുടെ സങ്കടം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എന്നിട്ട് 4 വയസ്സ് വരെ
ഇങ്ങനെ ഈ ഒരു വിഷമത്തിലൂടെയാണ് ആ കുടുംബാംഗങ്ങളെല്ലാവരും വിഷമത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. 4-ാം വയസ്സിൽ കോലഞ്ചേരിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. ചെവി ഇങ്ങനെ ഫുള്ള് മറച്ച് വെച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ കഴിഞ്ഞ് 7 മാസമായപ്പോൾ വീണ്ടും ലീക്കായി. കർണപടം അവർ അടച്ചു വെച്ചിരുന്നു, തുറന്നു പോന്നു. ഈ കഴിഞ്ഞ 7 മാസം വരെയും അവൻ എല്ലാ മാസവും കോലഞ്ചേരി പോയി ചെക്കപ്പ് ചെയ്യും, മരുന്ന് കഴിക്കും. മൂക്കിക്കൂടെയും പിന്നെയും ജലദോഷം വരത്തില്ല. ചെവി കർണവടം പൊട്ടി വീണ്ടും ചെവിക്കൂടെ തന്നെ പഴുപ്പ് വന്നുകൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുമ്പോഴാണേലും പുറത്തിറങ്ങുമ്പോഴാണേലും പഞ്ഞി എപ്പോഴും ചെവിയിൽ വേണം. ചെവി കൂടെ ഇങ്ങനെ പഴുപ്പ് വരുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകി വരില്ല, ഒഴുകി വരും. അപ്പോൾ പഞ്ഞി എപ്പോഴും വേണം. അങ്ങനെ വെച്ച് നടക്കാനൊക്കെ മോന് ഭയങ്കര വിഷമമായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഒരു ചെവിയിലാണോ 2 ചെവിയിലാണോ? ഒരു ചെവി കൂടെ പോരത്തുള്ളൂ. ഒരു ചെവിയിലാണ് ഇത് മെയിനായിട്ടുണ്ടായിരുന്നത്. ഇപ്പം മോന് 20 വയസ്സായി. കഴിഞ്ഞ ജൂണിൽ 23-ാം തീയതി ഇവിടെ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ജൂലൈ മാസത്തിൽ യുവജനങ്ങളുടെ ധ്യാനം ഉണ്ടായിരുന്നു. മോനെ ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ മോന് വേണ്ടിയാണ് ധ്യാനം കൂടാൻ വന്നതും. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മോൻ്റെ ചെവിയിൽ പഞ്ഞി വെക്കേണ്ടതായ ഒരവസ്ഥ യേശുവേ സ്തുതി. വളരെ 20 വയസ്സ് വരെ ഈ ബുദ്ധിമുട്ട് സഹിച്ചു അല്ലേ? സഹിച്ചു. അവന് കൂട്ടുകാരുടെ കൂടെ പോകാനൊക്കെ മടിയായിരുന്നു. പഞ്ഞി എപ്പോഴും ഈ ചെവിയിൽ ഒഴുകി വരുന്ന അവസ്ഥ കാണുമ്പോൾ കൂട്ടുകാരൊക്കെ അല്ലേ കളിയാക്കാതിരിക്കുക, വിഷമാവില്ലേ? പിന്നെ ഒരു മണം ഉണ്ടാവും. ഇതിങ്ങനെ ഡെയിലി ഇങ്ങനെ എപ്പോഴും വരില്ലേ, അതൊരു മണവും ബുദ്ധിമുട്ടും. അപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ഫംഗ്ഷന് പോയല്ല, ഒന്നിനും പോയില്ല, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എത്ര അപമാനം സഹിച്ചിട്ടുണ്ടാവും. 20 വയസ്സ് വരെ മോനിത് സഹിച്ചു. ദൈവമേ, ഈ അമ്മ ഒരു തീരുമാനം എടുത്തു. ഞാൻ തന്നെ ആദ്യം പോയി ധ്യാനം കൂടി, എന്നെ തന്നെ വിശുദ്ധീകരിക്കും. അങ്ങനെ അമ്മ ജൂൺ മാസത്തിൽ വന്ന് ധ്യാനം കൂടി. അതിനുശേഷം മോനോട് പറഞ്ഞു, മോനെ, ജീവിക്കുന്ന ദൈവമുണ്ട്, യേശുവുണ്ട്, യേശു സത്യമാണ്, യേശു നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. ഞാൻ പോയി അനുഭവിച്ചതാണ്, നീ പോകണം. ജൂലൈ മാസത്തിലെ യുവജന ധ്യാനത്തിന് യുവാവിനെ വിട്ടു. അവൻ വന്ന് ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് ഇതേപോലെ ഒരു ശുശ്രൂഷ സമിതി ഈശോ സന്ദേശം ചെവി വേദന കർത്താവ് സുഖപ്പെടുത്തും. ആ ധ്യാനത്തിൽ പരിപൂർണ്ണ സൗഖ്യം പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ജൂലൈ 13 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ സമയം ഇവിടെയായിരുന്നു അവൻ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു മോന് വേണ്ടി. ഹല്ലേലൂയ. യേശുവേ, ഈ മോൻ സന്തോഷമാണ്, ഹാപ്പിയാണ് അവൻ. മോൻ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ് ഇപ്പം. ഭയങ്കര ഹാപ്പിയായിട്ട് അവൻ സ്കൂളിൽ പോകണം, പഠിക്കാൻ പോകണം. സന്തോഷം വന്നാൽ കൈ ഉയർത്തി കൈയടിക്കും മക്കളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. വലിയൊരു അനോയിൻറ്റിങ്, രോഗികൾക്ക് സൗഖ്യങ്ങൾ, വലിയ തരത്തിലുള്ള മനപ്രയാസങ്ങളിരിക്കുന്നവർക്ക് മനസ്സിൽ വലിയ വിടുതൽ, കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ചില രോഗങ്ങൾ ഡെലിവറൻസ് സംഭവിക്കുമ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കും. കർത്താവേ, ഈ സമയം അങ്ങ് ഇടപെടണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ കർത്താവേ, എളിയ മക്കളിലേക്ക് വരണമേ, പാവങ്ങളുടെ കണ്ണുനീർ ഒപ്പിയെടുക്കണമേ, തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ, യുവതീവാക്കന്മാരുടെ ഹൃദയ നൊമ്പരങ്ങളിലേക്ക് വരണമേ, വിദ്യാർത്ഥിനികളുടെ അവിടുത്തെ കൃപയിൽ നിറയ്ക്കണമേ, ബാലിക ബാലന്മാരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, വാത്സല്യമാകുന്ന മഞ്ഞുതുള്ളി, വാത്സല്യമാകുന്ന മഞ്ഞുതുള്ളിയോട് പൊതിയണമേ, സ്പർശിക്കണമേ. മഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ നീ പകർന്നതുപോ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സഹിയോൻ ശാലയിൽ
ശിഷ്യരിലോ നീ പകർന്നതുപോ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്ക കാറ്റായി വീശിയടിച്ചതുപോ ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്ക കാറ്റായി വീശിയടിച്ചതുപോ ഈ നിന്ദാസരി വീശും പാവനറുഹായി നീ വരണേ, ഈ നിന്ദാസരി വീശും പാവനറുഹായി നീ വരണേ. സിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ നീ പകർന്നതുപോ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ നീ പകർന്നതുപോ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ദയവേത് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥിനികൾക്കും കുട്ടികൾക്കും വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷ കർത്താവ് നൽകുകയാണ്. ഞാൻ എന്നെ ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ ഒത്തിരി വർഷങ്ങളെ പരിചയമുള്ള സോജി അച്ഛൻ്റെ പട്ടം കിട്ടിയ കാലം തൊട്ട് അട്ടപ്പാടിയിൽ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്കുമായിട്ട് കണക്റ്റഡാണ്. പിന്നെ അതുപോലെ അച്ഛൻ കോയമ്പത്തൂർ തമിഴ്നാട്ടിലുള്ള ശുശ്രൂഷ, അതുപോലെ UK ശുശ്രൂഷ. അപ്പോൾ എല്ലാ സ്ഥലത്തും അച്ഛനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഗ്രേസ്, ദൈവത്തിൻ്റെ ഒരു കൃപ യുവതീയുവാക്കന്മാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. ഇന്ന് ഒരുപാട് ബ്ലെസ്സിങ് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സോജി അച്ഛനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നല്ലവനായ യേശുവയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അഭിഷേകാഗ്നി ശുശ്രൂഷയിലൂടെ ഒരുപാട് കൃപകൾ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിൽ കർത്താവ് വർഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെതായിട്ടുള്ള അത്ഭുതകരമായ വഴികളാണ്. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, സാം ചാപ്റ്റർ 8 വേഴ്സ് 2, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, ശത്രു എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകത്തിൻ്റെ അർത്ഥം പിശാച്. ഇപ്പോൾ ദുഷ്ടാരൂപിയുടെ കെണികളിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കുട്ടികളുടെ സ്തുതിപ്പും കുട്ടികളുടെ പ്രാർത്ഥനയും കുട്ടികളുടെ ശുശ്രൂഷകളും. അത് വലിയ ഒരു കർത്താവിൻ്റെ അനുഗ്രഹമാണ്, നമുക്കറിയാം. ഇപ്പോൾ കുട്ടികളെ യുവതിവാക്കന്മാരെയും കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയാണ്. റോമിലുള്ള വലിയൊരു വിശുദ്ധയാണ് സെയിൻറ്റ് റോസ് ഓഫ് വിറ്റർബു. അപ്പോൾ ഈ റോസിൻ്റെ പ്രത്യേകത,
അവൾ ഒരു 10 വയസ്സായ സമയത്ത് മുതൽ ഒരു പരിശുദ്ധ മാതാവിൻ്റെ ഒക്കെ ഒരു പ്രത്യേക കൃപ ഈ കുട്ടിക്ക് ലഭിക്കുകയും കുട്ടി ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുകയാണ്. അന്ന് ഇന്നസെൻ്റ് 4 മാർപ്പാപ്പയുടെ കാലഘട്ടമാണ്. ആ മാർപ്പാപ്പയുടെ സമയത്ത് ആ ദേശത്തുണ്ടായിരുന്ന രാജാവ് മാർപ്പാപ്പയുമായിട്ട് ഭിന്നതയും കലഹവും വന്നു. അങ്ങനെ ഈ കുട്ടി അത് മനസ്സിലാക്കി 12ാമത്തെ വയസ്സിൽ ഈ കുട്ടി സ്ട്രീറ്റിൽ പോയി യേശുക്രിസ്തുവിനും കർത്താവിൻ്റെ സഭയ്ക്കും ഇന്നസെൻ്റ് മാർപ്പാപ്പയ്ക്കും അവളുടെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അവൾ സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്ത് പരസ്യമായി വചന ശുശ്രൂഷ ചെയ്യാൻ അവൾ ധൈര്യം കാണിച്ചു. അങ്ങനെ അവളെ അവളുടെ കുടുംബത്തെ മുഴുവനും രാജാവ് അവിടെ നിന്ന് നാട് കടത്തി. രാജാവ് നാട് കടത്തിയെങ്കിലും അവൾ നല്ല ശക്തമായ പ്രാർത്ഥനയും തീഷ്ണതയുള്ളൊരു കുട്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഈ റോസ് ഓഫ് വിറ്റർബൂവിൽ നിറഞ്ഞു നിന്നു. സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് റോസ് ഓഫ് വിറ്റർബൂ അവളുടെ പാരൻസിൻ്റെ കൂടെ തിരിച്ച് വിറ്റർബൂ എന്ന ദേശത്തേക്ക് വരികയാണ്. അവൾ ശക്തമായിട്ട് വീണ്ടും ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ പാപികളുടെ മാനസാന്തരം ശക്തമായിട്ട് വേണമെന്ന് അവൾ ആൾക്കാരോട് ആവശ്യപ്പെടുന്നു. അവൾ പോകുന്ന സ്ട്രീറ്റിൽ തെരുവുകളിൽ പോയി വചനം പറയുന്ന ഒരു ശുശ്രൂഷ കൃപ ഈ റോസ് ഓഫ് വിറ്റർബൂവിൽ ഉണ്ടായിരുന്നു. നമുക്ക് സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, 17ാമത്തെ വയസ്സിൽ ആ കുട്ടി മരിച്ചു. ആ കുട്ടി 17ാമത്തെ വയസ്സിൽ മരിച്ചെങ്കിലും അവൾ വലിയൊരു വിശുദ്ധയായിട്ട് കർത്താവ് ഉയർത്തുകയാണ്. അവളുടെ മരണശേഷവും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ അവളുടെ മരണത്തിന് സമയത്ത് അവളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധാഭിഷേകം പൊട്ടിപ്പുറപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഏതായാലും വലിയ വിശുദ്ധയായിട്ട് സഭ അവളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പം ദൈവത്തിന് ആരെ വേണമെങ്കിലും തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കാം. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ വചനം കേൾക്കുന്ന ചെറുപ്പക്കാർ കാണും, കുട്ടികൾ കാണും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും ഈശോയോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ ഉപയോഗിക്കണമേ. നമുക്കറിയാം, പഴയ നിയമത്തിൽ സാമുവേൽ അദ്ദേഹം ഒരു ബാലനായ സമയത്ത് ഏലി എന്ന പുരോഹിതൻ്റെ കൂടെ അദ്ദേഹം ഒരു ട്രെയിനിങ് നടത്തുന്ന സമയത്താണ് ദൈവവിളി കേൾക്കുന്നത്. സാമുവേലിന് ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. സാമുവേൽ, ഇതാ ഞാനെന്ന് പറഞ്ഞ് ഇതാ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച് അത്ഭുതകരമായ അഭിഷേകം. അതുകൊണ്ടാണ് സാമുവേൽ പ്രവാചകൻ്റെ 2 പുസ്തകങ്ങളാണ് ബൈബിളിൽ. അത്രയും ശക്തനായിട്ടുള്ള ഒരു സുവിശേഷ ശുശ്രൂഷനായിട്ട് കർത്താവ് ഉയർത്തി. അതുപോലെ ജെറമിയയെക്കുറിച്ച് ചിന്തിച്ച് ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? ജെറമിയായ ദൈവം ബാല്യത്തിൽ തന്നെ വിളിച്ചു. അപ്പോൾ ജെറമിയ പറഞ്ഞു, കർത്താവേ ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല. അപ്പോൾ ദൈവം പറയാണ്, നീ വെറും ബാലനാണെന്ന് പറയരുത്, എൻ്റെ വാക്ക് നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിക്കും. ദൈവമായ കർത്താവ് വലിയൊരു പ്രോമിസ് നൽകുകയാണ്, എൻ്റെ വചനം ഞാൻ നിൻ്റെ അധരത്തിലേക്ക് നിക്ഷേപിക്കും. ഇപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ചിലപ്പോൾ ദൈവം ചില വ്യക്തികളിലേക്ക് അങ്ങനെ തൻ്റെ പ്രത്യേക കടാക്ഷം, പ്രത്യേക കൃപ, വചനത്തിൻ്റെ ഒരു ശക്തി അങ്ങോട്ടേക്ക് അയക്കും. ഒരു പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതകരമായി സഭയിൽ ശുശ്രൂഷ ചെയ്തൊരു ഒരു വിശുദ്ധാത്മാവാണ് തിമോത്തിയോസ്, വിശുദ്ധ തിമോത്തി. പൗലോസ്ലീഹായ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് തിമോത്തി. തിമോത്തിയെക്കുറിച്ച് പൗലോസ്ലീഹ തൻ്റെ 2ാമത്തെ ലേഖനം 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 5 1ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ വാക്യത്തിൽ ഈ പൗലോസ് തിമോത്തിയുടെ അമ്മയെക്കുറിച്ചും തിമോത്തിയുടെ വല്യമ്മയെക്കുറിച്ചെല്ലാം, ഗ്രാൻഡ് മദറിനെ കുറിച്ചെല്ലാം വിശദീകരിക്കുകയാണ്. അപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവനിക്കേക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതായത് ഒരുപാട് വർഷങ്ങളായി ചെറിയ പ്രായം മുതലേ ഈ വിശ്വാസം എന്ന മഹാകൃപ ഈ തിമോത്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ എവനിക്കയും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ വല്യമ്മയായിട്ടുള്ള ലൂയിസും പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയാണ്, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും 2 തിമോത്തി അതിൻ്റെ 3ാമത്തെ അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഈ തിമോത്തിക്ക് കുഞ്ഞിലേ കിട്ടിയ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതെങ്ങനെയാണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. പറഞ്ഞ ഹല്ലേലൂയ. ബാല്യം മുതൽ വിശുദ്ധ ലിഖിതങ്ങൾ പഠിച്ചറിയാൻ ദൈവം കൃപ കൊടുത്തു. നമുക്ക് നമ്മുടെ പല ഭവനങ്ങളിലും ഇതുപോലെ ബാല്യം മുതൽ വചനം പഠിച്ചറിയുന്ന കൃപയിൽ വളരുന്ന കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ട്. അവരെ പരിശുദ്ധാത്മാവ് സ്വർഗീയ കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വലിയ ദൈവത്തിനൊരു കൃപയാണത്. അപ്പം അതിനോട് ഒരു തുറവി നമുക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ അവർക്ക് പ്രായക്കുറവാണ് എന്നതിൻ്റെ പേരിൽ നമ്മൾ അവരെ അവഗണിക്കരുത്. പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും, പ്രിയപ്പെട്ടവരെ, അവിടെ പൗലോസ് ശ്ലീഹ തിമോത്തിയോടൊരു കാര്യം പറയുകയാണ്. ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ
നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. നോക്കിയേ, ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. ഇപ്പോൾ പൗലോസ് തിമോത്തിയോട് പറയുമ്പോൾ പൗലോസ്ലീഹയുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? തിമോത്തീനെ ആരും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ സഭയ്ക്കൊരു വാണിംഗ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരോട് ദൈവം പറയുകയാണ്, ചിലപ്പോൾ പ്രായക്കുറവാണെങ്കിലും കൃപയുണ്ടെങ്കിൽ നമ്മൾ അവഗണിക്കരുത്, വിശ്വാസത്തിന് ചൈതന്യം ഉണ്ടെങ്കിൽ അവഗണിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പരിശുദ്ധാത്മാവിന് ഇഷ്ടം അനുസരിച്ച് പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീണ്ടും പറയുകയാണ്, വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. 5 കാര്യങ്ങൾ ഓരോ ചെറുപ്പക്കാരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്. വാക്കുകൾ, പെരുമാറ്റം, സ്നേഹം, വിശ്വാസം, വിശുദ്ധി. ഈ 5 കാര്യങ്ങൾ നീ നല്ല ശ്രദ്ധയോടെ, അത് ആളുകൾക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനം കിട്ടുന്ന തരത്തിൽ നീ മാതൃകയായിരിക്കണം. വീണ്ടും പറയുകയാണ്, ഞാൻ വരുന്നത് വരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പ്രഭാഷകരും അതുപോലെ തന്നെ ഗവേഷകരും പറയണത്, പൗലോസ്ലീഹ തിമോത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ അവന് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് പറയണത്. അപ്പം ഇങ്ങനെ പ്രായക്കുറവാണെന്ന് ചിന്തിച്ച് അവനെ തള്ളിക്കളയാൻ പാടില്ല. അവൻ്റെ പ്രബോധനം, അവൻ്റെ അധ്യാപനം, അവൻ്റെ ഉപദേശം ഇതെല്ലാം സഭയിൽ ഒരു ശക്തിയായി, ഒരു കൃപയായിട്ട് മാറണം എന്ന് പൗലോസ്ലീഹ ആഗ്രഹിക്കുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അനേകം ചെറുപ്പക്കാരെ കർത്താവ് തന്റെ സുവിശേഷത്തിലേക്ക് വിളിക്കട്ടെ. ഹല്ലേലൂയാ. ദൈവ ശുശ്രൂഷയോടുള്ള അദമ്യമായ ഒരു ദാഹം ഓരോ കുട്ടികൾക്കും ഓരോ ചെറുപ്പക്കാർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ. ഞാൻ ഓർക്കാണ്, ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റികളിൽ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു. യൂണിവേഴ്സിറ്റി മിഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ തന്നെ അതിന് താല്പര്യം എടുത്തു. അങ്ങനെ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇവർ പോയി യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രീച്ച് ചെയ്യുകയാണ്. അപ്പോൾ ലെസ്ബിയൻ സ്വഭാവമുള്ള അങ്ങനത്തെ ഒരു പ്രത്യേക ഇതിലുള്ള വിഷമത്തിൽ കഴിയുന്ന കുട്ടികൾ അതിൽ വന്ന് സംബന്ധിച്ചു. അപ്പോൾ അവർക്ക് ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ നിന്നൊരു വിടുതൽ നൽകാൻ ഈശോയ്ക്ക് പറ്റും. അപ്പോൾ ഈ പ്രീച്ച് ചെയ്യുന്ന വ്യക്തികൾ ശക്തമായി യേശുവിൻ്റെ സുവിശേഷം അങ്ങോട്ട് പ്രസംഗിച്ചു. 3 മണിക്കൂർ ശുശ്രൂഷയുള്ളൂ. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവർ 2 പേരും കൂടെ വന്നിട്ട് പറഞ്ഞു, ദേ സഹോദര, നിങ്ങൾ വചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം കിട്ടി. ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് വിടുതൽ നൽകുകയാണെന്ന് പറഞ്ഞ് അവർ വന്ന് അനുദപിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആരെ വേണമെങ്കിലും സുവിശേഷ ശുശ്രൂഷ ഉപയോഗിക്കാം. അപ്പോൾ തിമോത്തിനെ പൗലോസ്ലീഹ ശക്തമായ തരത്തിൽ അഭിഷേകം ചെയ്തു. അതുപോലെ തന്നെ കൃപ അദ്ദേഹത്തിൽ വർക്ക് ചെയ്തു. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ ഈ പൗലോസ്ലീഹ തിമോത്തിയുടെ 1-2 ഗുണങ്ങൾ പറയുകയാണ്. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് 100 നാവാണ്. കാരണം ചെറുപ്പമാണെങ്കിലും പൗലോസ്ലീഹയുടെ ആത്മാവിനോട് ചേർന്നിരുന്ന സുവിശേഷ ശുശ്രൂഷയാണ് തിമോത്തി. അപ്പം അതെങ്ങനെയാണ് പറയണത്? നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. വീണ്ടും പറയണം, അവനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല. അതേപോലെ ദൈവിക കാര്യങ്ങളിലും സഭയുടെ കാര്യത്തിലും അതീവ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു വിശുദ്ധ തിമോത്തി. അടുത്ത വാക്യത്തിൽ പറയുകയാണ്. അടുത്ത വാക്യം 21-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്. ചിലപ്പോൾ അത് വായിക്കാൻ നമുക്കൊരു അനുതാപം കിട്ടും. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിൽ അങ്ങനത്തെ ചിലപ്പോൾ നമുക്ക് കാണുന്നുണ്ടായിരിക്കും, സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ആൾക്കാർ. പക്ഷെ പൗലോസ്ലീഹ പറയുകയാണ്, തിമോത്തിയുടെ കാര്യം അങ്ങനെയല്ല. അടുത്ത വാക്യം, തിമോത്തിയോസിൻ്റെ പ്രത്യേകത പൗലോസ്ലീഹ നോട്ട് ചെയ്ത് എങ്ങനെയാണ്? ഈ തിമോത്തിയോസിൻ്റെ സ്വഭാവമാണ് നിങ്ങൾക്കറിയാമല്ലോ. പുത്രൻ പിതാവിനോട് തന്ന പോലെ അവൻ എന്നോടത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു തിമോത്തിയിൽ നിറഞ്ഞൊരു ഗുണം, പ്രായക്കുറവുണ്ടെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ അധ്യാപന വരത്തിൽ അദ്ദേഹം തിമോത്തി നല്ല പവറായിട്ട് പിടിച്ചു നിന്ന്. കാരണം അവനിൽ വിശ്വാസ അഭിഷേകം ഉണ്ടായിരുന്നു, വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നു, അനുസരണം ഉണ്ടായിരുന്നു. എല്ലാറ്റിനുപരിയായി പൗലോസുമായി വലിയൊരു കൂട്ടായ്മയിലാണ് തിമോത്തി സുവിശേഷ ശുശ്രൂഷ ചെയ്തത്. തിമോത്തിയോട് പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം, നിന്റെ പ്രായക്കുറവിൽ ആരും നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. ഇന്നും കർത്താവായ യേശു ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരോടും പറയുകയാണ്. ഓരോരുത്തർ നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കാം, കാറ്റിസം പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ജീസസ് യൂത്തിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയണം, ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. നീ 5 കാര്യത്തിൽ നീ വളരണം. അതിൽ നിനക്കൊരു പുരോഗതി ഉണ്ടാകണം. നിന്റെ വാക്ക്,
നിന്റെ പെരുമാറ്റം, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ വിശുദ്ധി, 5 കാര്യത്തിൽ നീ മാതൃകയോടുകൂടി നിൽക്കുമ്പോൾ അനേകര് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരും. പറഞ്ഞ പലതും ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ഒരു കാർലോ അക്യൂറ്റിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 15-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ അവൻ ജീവിച്ചിരുന്ന സമയത്ത് കുഞ്ഞായിരുന്നെങ്കിലും കുട്ടിയായിരുന്നെങ്കിലും അവൻ സുവിശേഷത്തോടും പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തോടും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളോടും എല്ലാം വലിയൊരു തുറവിയുള്ളത് കൊണ്ട് അവൻ തനിക്കുള്ള കഴിവ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിലൂടെയും വെബ്സൈറ്റുകളിലൂടെ എല്ലാം അവൻ്റെ കഴിവ് ഉപയോഗിച്ച് അവൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വർഷം അവന് വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കാൻ സഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ബ്ലെസ്സഡ് കാർലോ അക്യൂറ്റസ്. അപ്പോൾ അനേകരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിനോട് ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്തീനയെ കുറിച്ച് ചിന്തിച്ച് നോക്കി. ചെറിയ പ്രായത്തിൽ ഈശോക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സ്വർഗീയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33-ാമത്തെ വയസ്സിൽ ഫൗസ്തീന മരിച്ച് ഈശോയുടെ അടുത്തേക്ക് പോയതിനു മുമ്പ് ഈ ദർശനങ്ങളും വെളിപാടെല്ലാം കർത്താവ് മക്ക് നൽകി. കൊച്ചുറേസ്യയെ കുറിച്ച് ചിന്തിച്ച് നോക്കി. 24-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. 15-ാമത്തെ വയസ്സിൽ അവൾക്കൊരു തീഷ്ണത, എനിക്ക് മടത്തിപ്പോണം. അങ്ങനെ അവൾ റോമിൽ പോയി മാർപ്പാപ്പയോട് നേരിട്ട് പറയാൻ തക്ക തരത്തിൽ അവൾക്ക് ഈ സ്വർഗീയ കാര്യങ്ങളോട്, ദൈവിക കാര്യങ്ങളോട് വലിയൊരു താല്പര്യം പരിശുദ്ധാത്മാവ് നൽകി. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ഓഫ് ദി ചർച്ച് എന്ന് സഭ അവളെ പ്രഖ്യാപിച്ചു. കാരണം പ്രായമല്ല, ദി അനോയിന്റിങ് മേക്സ് ദ ഡിഫറൻസ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമാണ് വ്യത്യസ്തയാക്കുന്നത്. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും തലമുറകളും കർത്താവിനെ സ്നേഹിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വാക്കുകളിലെല്ലാം നല്ല കൃപയായിട്ട് മാറാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനക്കേറ്റം യോഗ്യൻ, മഹിമയി വാഴുന്നവൻ, ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. നമ്മുടെ മുമ്പിൽ രാജാവായി എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മൾ സ്നേഹിക്കുകയാണ്. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർ വിശ്വാസത്തിൽ അവർ വളരാനിടയാക്കണമേ, വിശുദ്ധിയിൽ അവർ വളരാനിടയാക്കണമേ. ഈശോയെ, അങ്ങ് നൽകിയ വിശ്വാസ ചൈതന്യം അനേകർക്ക് പകർന്നു കൊടുക്കാൻ തക്ക തരത്തിൽ അവരുടെ മേൽ അങ്ങയുടെ അഭിഷേകം ഒഴുക്കണമേ. ഈശോയെ, അവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ബന്ധനങ്ങൾ ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. നിരീശ്വര ചിന്തയിലേക്ക് പോകുന്ന മക്കളുടെ മേൽ കുടികൊള്ളുന്ന കെട്ടുകൾ അങ്ങ് അഴിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം മക്കൾക്ക് നൽകണമേ. നല്ലവനായ ഈശോയുടെ 2 കരങ്ങൾ നീട്ടി ഓരോ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ, കുടുംബങ്ങളിലും സഭയിലും കുട്ടികളും യുവജനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് തിരിച്ചറിഞ്ഞ് ഈശോയെ അവർക്ക് ധാരാളം ശുശ്രൂഷാ വേദികളും ഒരുങ്ങട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങേക്ക് 1-ാം സ്ഥാനം നൽകാൻ, അവിടെ വചനം ഇരുന്ന് പഠിക്കാൻ അനേകർ അങ്ങ് ആകർഷിക്കണമേ, കൂട്ടിക്കൊണ്ടുവരണമേ. 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തോടെ ആശീർവാദ സമയത്ത് കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്കും പെയ്യട്ടെ. 2 കരങ്ങളും ഉയർത്തി ഉറക്കെ എന്ന് വിളിച്ച് യേശുവിനെ സ്നേഹിക്കട്ടെ. യേശുവേ, കരം നീട്ടി എന്നെ സ്പർശിക്കണേ, കരം നീട്ടി